2024 ഫെബ്രുവരി മാസം 26 ആന്ധ്ര വിശാഖപട്ടണത്തിൽ മധുരവാഡ എന്ന സ്ഥലത്ത് താമസിക്കുന്നയാളാണ് 23 വയസ്സായ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ സായ് കുമാർ. അവന് അന്ന് ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന ജോലിയായി രാജമുദ്ര വരെ പോകേണ്ടതുണ്ടായിരുന്നു. ജോലി അവസാനിച്ചിട്ട് തിരികെ വരാൻ 10 ദിവസമാകുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ പോയ അവൻ അതേ ദിവസം രാത്രി ഒരു 7:45 അവൻ്റെ അമ്മയായ രമണമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു. അമ്മേ, എന്നെ ഫോട്ടോഷൂട്ടിന് വിളിച്ച 2 പേരെ എനിക്ക് അധികം പരിചയമില്ല. മാത്രമല്ല അവരുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു. ഒരുപക്ഷെ അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ 2 പേരുടെയും ഫോൺ നമ്പർ അമ്മയ്ക്ക് കൊടുക്കുന്നു. സായ് കുമാർ പറഞ്ഞ ആ ഒരു നമ്പർ നോട്ട് ചെയ്തിട്ട് കോൾ കട്ട് ചെയ്ത് അവരുടെ അമ്മയ്ക്ക് മകൻ പറഞ്ഞ ആ ഒരു കാര്യം മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. എന്തോ ഒരു ഭയവും തോന്നി തുടങ്ങി. ആ ഭയത്തോടു കൂടി രാത്രി ഉറങ്ങാൻ പോകുന്ന അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇനി തൻ്റെ മകനുമായി സംസാരിക്കാനേ കഴിയില്ല എന്ന്. അതെ, ഫെബ്രുവരി മാസം ആന്ധ്രയെ മുഴുവനും ഞെട്ടിപ്പിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഒരു സെക്കൻഡ് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീഡിയോയിൽ പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ അത് സഹായിക്കും. ഇപ്പോൾ സായ് കുമാറിന്റെ അമ്മ അടുത്ത ദിവസം ഉറങ്ങി എഴുന്നേറ്റതും തന്റെ മകനെ ഫോൺ ചെയ്ത് നോക്കുന്നു. പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പോൾ സായ് കുമാർ കൊടുത്ത ആ 2 നമ്പറിലേക്കും കോൾ ചെയ്യുന്നു. ആ നമ്പറിൽ റിങ് പോയാലും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആ അമ്മ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിൽ സായ് കുമാർ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഒരു കാർ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഭയന്നു പോയ അവരുടെ അമ്മ ഭർത്താവായ ശ്രീനിവാസിനോട് ഇക്കാര്യം പറഞ്ഞു. എന്നാൽ സായ് കുമാർ രാജമുദ്രി പോയി വരാൻ 10 ദിവസമാകുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയും അവൻ തിരികെ വന്നിട്ട് വിളിക്കും. മാത്രമല്ല അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അവൻ വരുമെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്തി. എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരു പക്ഷേ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയതായിരിക്കും. തിരിച്ചവൻ വിളിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. അന്നത്തെ ദിവസം മുഴുവനും കാത്തിരുന്ന അമ്മ വീണ്ടും അവന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടും സായ് കുമാറിന്റെ പക്കൽ നിന്ന് യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ഭയന്നുപോയ സായ് കുമാറിന്റെ അമ്മ ഫെബ്രുവരി 29 മല്ലയപ്പാലം എന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു. സായ് കുമാർ കാണാനില്ല എന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സായ് കുമാർ അവന്റെ അമ്മയുടെ ഫോണിൽ അയച്ച ആ ഒരു കാറിന്റെ നമ്പർ ഉപയോഗിച്ച് അത് ആരുടെ കാറാണെന്നുള്ളത് ട്രേസ് ചെയ്യാൻ തുടങ്ങി. കൂടെ തന്നെ ആ ഒരു ഫോൺ നമ്പറിലേക്കും കോൾ ചെയ്ത് നോക്കുന്നു. ആദ്യം റിംഗ് ആയിക്കൊണ്ടിരുന്ന ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ആ നമ്പറിലെ അഡ്രസ് ട്രേസ് ചെയ്ത പോലീസ് അത് അംബേദ്കർ കോനസീമ ഡിസ്ട്രിക്റ്റിലെ 20 വയസ്സുള്ള ഷൺമുഖ് തേജ എന്നയാളുടെ നമ്പറാണെന്ന് മനസ്സിലായി. കൂടെ തന്നെ സായ് കുമാർ അയച്ച ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്ന കാറും അവന്റേതാണെന്ന് കണ്ടെത്തി. മാർച്ച് മാസം 1-ാം തീയതി ഷൺമുഖിനെ തേടി അവന്റെ വീട്ടിലേക്ക് എത്തിയ പോലീസിന് അവൻ വീട്ടിൽ ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ പോലീസ് ആ വീട് മുഴുവനും തിരയാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ചപ്പോൾ വീട്ടിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ക്യാമറ എക്യുപ്മെന്റ്സ് ഉള്ളത് കാണുന്നു. ആ എക്യുപ്മെന്റ്സിന്റെ ഫോട്ടോ എടുത്ത് സായ് കുമാറിന്റെ അച്ഛനും അമ്മയ്ക്കും അയച്ചിട്ട് ഇത് നിങ്ങളുടെ മകന്റേതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് തന്റെ മകൻ സായ് കുമാറിന്റേതാണെന്ന് അവർ കൺഫേം ചെയ്തു. അത് കഴിഞ്ഞ് ആ ക്യാമറ എക്യുപ്മെന്റ് സീസ് ചെയ്ത പോലീസ് ആ വീട്ടിൽ വരാതെ ഒളിവിലായിരുന്ന ഷൺമുഖത്തെ തിരയാൻ തുടങ്ങി. അങ്ങനെ തിരയുമ്പോൾ അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആക്ടിവിറ്റീസും പരിശോധിക്കുകയാണ്. ഈ സമയത്താണ് ഫേസ്ബുക്ക് വഴി വിശാഖപട്ടണത്തിലുള്ള ഒരു പെൺകുട്ടിയുമായി അവൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുള്ളത് പോലീസിന് മനസ്സിലായി. അങ്ങനെ ആ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്ത പോലീസ് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് ആ പെൺകുട്ടിയോട് സഹായം ചോദിച്ചു. സഹായിക്കാൻ സമ്മതിച്ച ആ പെൺകുട്ടിയും ഷൺമുഖുമായി ഫേസ്ബുക്കിൽ സംസാരിക്കാൻ തുടങ്ങി. നോർമലായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അവൻ ഉള്ള സ്ഥലം ചോദിക്കുന്നു. അതിനവനും അന്നവരം എന്ന സ്ഥലത്തിന് അടുത്താണ് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ പോലീസ് ഉടൻ തന്നെ അവിടെ ചെന്ന് ഷൺമുഖിനെ അറസ്റ്റ് ചെയ്തു. കൂടെ അവിടെ ഉണ്ടായിരുന്ന കാറും സീസ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ അവനെ കൊണ്ടുവന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് നടന്ന സംഭവങ്ങളെല്ലാം അവൻ പറയാൻ തുടങ്ങിയത്. അങ്ങനെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. സായ് കുമാർ താനെടുക്കുന്ന ഫോട്ടോസ്, ചിത്രങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ശീലമായിരുന്നു. അങ്ങനെ അവൻ ചെയ്യുന്ന പോസ്റ്റ് കണ്ടാണ് സായ് കുമാറിനെ കുറിച്ച് ഷൺമുഖിന് അറിയാൻ വന്നത്. ഇതിനെക്കുറിച്ച് അവന്റെ കൂട്ടുകാരനായ 20 വയസ്സുള്ള നക്ക വിനോദ് കുമാറിനോടും അവൻ പറഞ്ഞു. അതുകൊണ്ട് അവനും സായ് കുമാറിന്റെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസ് നോക്കാൻ തുടങ്ങി.
ഇങ്ങനെ ഇവർ രണ്ടുപേരും ഒരു 3 മാസത്തിന് മുൻപ് തന്നെ സായ്കുമാറുമായി ഇൻസ്റ്റഗ്രാമിൽ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് സായ്കുമാർ താൻ പുതുതായി വാങ്ങിയ ഒരു ക്യാമറ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയായി പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട ഇവർ രണ്ടുപേർക്കും അത് വളരെ വിലപിടിപ്പുള്ള ക്യാമറ ആയതുകൊണ്ട് അതെങ്ങനെയെങ്കിലും സായ്കുമാറിൽ നിന്നും മോഷ്ടിക്കണം എന്ന് തീരുമാനിക്കുന്നു. ഇവരുടെ പദ്ധതി അനുസരിച്ച് ഫെബ്രുവരി 16-ാം തീയതി സായ്കുമാറിനെ വിളിച്ചിട്ട് രാവുളപാളയത്തിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അത് ഏകദേശം ഒരു 10-15 ദിവസം വരെ നടക്കും. അത് നിങ്ങൾ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യണം. അതിനാവശ്യമായ എല്ലാ ക്യാമറ എക്യുപ്മെന്റ്സും എടുത്തിട്ട് ഫെബ്രുവരി 27-ാം തീയതി വരാനും ആവശ്യപ്പെട്ടു. കൂടെ ഈ ഒരു ഫംഗ്ഷന് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോഷൂട്ട് നന്നായി ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടുമെന്നും പറഞ്ഞു. ഇത് കേട്ട് ശരി വരാം എന്ന് സമ്മതിച്ച സായ്കുമാർ ഫെബ്രുവരി 27 വൈകുന്നേരം രാജമുദ്രയിൽ ട്രെയിനിൽ വന്നിറങ്ങി. അങ്ങനെ വന്ന അവനെ ഷൺമുഖ് തേജയും നക്ക വിനോദ്കുമാറും ഒരു കാറിൽ കയറ്റി രാജമുദ്രയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ സായ്കുമാറിനോട് നിങ്ങൾ മദ്യപിക്കുമോ എന്ന് ചോദിച്ചു. അതിനവനും ഇല്ല, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇവരും എന്താ ബ്രോ, നിങ്ങൾ ഞങ്ങളുടെ ഫംഗ്ഷന് വന്നിട്ട് മദ്യപിക്കാതിരുന്നാൽ എങ്ങനെയെന്ന് പറഞ്ഞ് കുടിച്ചിട്ട് പോകാമെന്ന് അവനെ നിർബന്ധിക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു ബാറിൽ ചെന്ന് 3 പേരും ചേർന്ന് മദ്യപിച്ചു, ബീറടിച്ചു. എന്നിട്ട് ആ കാറിൽ കയറി വീണ്ടും പോവുകയാണ്. അങ്ങനെ പോയി കുറച്ചു ദൂരത്തിൽ ആൾ സഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്ത് കാറ് നിർത്തി. മദ്യപിച്ച് ലഹരിയിലായിരുന്ന സായ്കുമാറിനെ കാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചു തള്ളിയിട്ടു. പകുതി ബോധത്തിലായിരുന്ന സായ്കുമാറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ കൂടിയും അവൻ എങ്ങനെയൊക്കെയോ അവരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവർ രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ സായ്കുമാറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുത്തൻ സായ്കുമാറിന്റെ 2 കൈകളും മുറുകെ പിടിച്ചിരുന്നു. മറ്റൊരുവൻ ബെൽറ്റ് ഉപയോഗിച്ച് സായ്കുമാറിന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അവനും ശ്വാസം വിടാൻ കഴിയാതെ പിടയാൻ തുടങ്ങി. അടുത്ത ചില സെക്കൻഡിൽ അവിടെ തന്നെ പിടഞ്ഞ് മരിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് അവന്റെ ശരീരം അംബേദ്കുമാർ കോനസീമ ഡിസ്ട്രിക്റ്റിലെ മൂലസ്ഥാനം എന്ന ഗ്രാമത്തിൽ കാണാൻ ഒരു ശ്മശാനം പോലെ തോന്നിക്കുന്ന സ്ഥലത്ത്, മണൽ നിറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കുഴിയെടുക്കുകയും അതിനകത്ത് അവനെ കുഴിച്ചിടുകയും ചെയ്തു. സായ്കുമാർ കൊണ്ടുവന്ന വില മതിപ്പുള്ള ക്യാമറ എക്യുപ്മെന്റ്സ് എല്ലാം എടുത്തിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഷൺമുഖ് തേജയുടെ ഈ ഒരു ഏറ്റുപറച്ചിലിന് ശേഷം അവന്റെ കൂട്ടുകാരനായ നക്ക വിനോദിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി മാർച്ച് 3-ാം തീയതി സായെ കൊന്ന് കുഴിച്ചിട്ട് ആ സ്ഥലത്ത് ചെന്ന് പോലീസ് പരിശോധിക്കുന്നു. അവിടെ നിന്നും സായ്കുമാറിന്റെ ശരീരം അഴുകിയ അവസ്ഥയിൽ കണ്ടെത്തി. ഇത് കണ്ട് അവിടെ വന്ന സായ്കുമാറിന്റെ അച്ഛനും അമ്മയും നിലവിളിച്ചു കരയാൻ തുടങ്ങി. കൂടെ സഹോദരിയും ഉണ്ടായിരുന്നു. ഇതിനുശേഷം മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുത്ത സായ്കുമാറിന്റെ സഹോദരി പറഞ്ഞത്, ചെറിയ മുതലേ അവന് ഫോട്ടോഷൂട്ട് താല്പര്യമായിരുന്നു. അങ്ങനെ ഓട്ടോ ഡ്രൈവറായ എൻ്റെ അച്ഛനിൽ നിന്നും ഒരുപാട് വാശി പിടിച്ചാണ് 10 ലക്ഷം രൂപയോളം ചിലവാക്കി ഈ ക്യാമറ എക്യുപ്മെന്റ്സ് എല്ലാം വാങ്ങിയത്. കഴിഞ്ഞ 7 വർഷമായി അവൻ കാശ്മീർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഫോറിനിൽ പോലും പോയി വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം പോയി വളരെ സുരക്ഷിതനായി തിരികെ വന്ന അവൻ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് ചെന്ന് മരിച്ചു പോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയ പോലീസ് ക്യാമറയ്ക്ക് വേണ്ടിയാണോ ഈ ഒരു കൊലപാതകം നടന്നത്, അതോ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സ് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കേസിലും സായ്കുമാറിന് അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയമുണ്ടെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ചു. അതുകൊണ്ട് തന്നെ സായ്കുമാർ അമ്മയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ആ 2 പേരുടെ ഫോൺ നമ്പരും കൊടുത്തു. കൂടാതെ അവർ പോയ കാറിന്റെ നമ്പരും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഇതൊന്നും കൂടാതെ അവരിൽ എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നുവെന്നും അമ്മയോട് പറഞ്ഞു. ഇങ്ങനെ ഇതെല്ലാം ചെയ്ത അവന് മനസ്സിൽ തോന്നുമ്പോൾ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരിൽ നിന്നും രക്ഷപ്പെടണമായിരുന്നു. എങ്കിലും സായ്കുമാറിന്റെ ബുദ്ധി നമ്മളിവിടെ പ്രശംസിക്കണം. അവൻ കൊടുത്ത മൊബൈൽ നമ്പർ, കാറിന്റെ ഫോട്ടോ ഇതെല്ലാം ഉപയോഗിച്ചാണ് പോലീസ് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും കണ്ടെത്തിയത്. ഫോറിൻ കൺട്രീസിൽ ഒരുപാട് ഇരകൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ക്രൂരന്റെ കയ്യിൽ അകപ്പെട്ട് തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയില്ല, മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവനെ പോലീസിൽ അകപ്പെടുത്താനായി ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ നോക്കും. ചില സമയങ്ങളിൽ അവന്റെ മുടിയെടുക്കാൻ ശ്രമിക്കുക, നഖം കൊണ്ട് ശരീരത്തിൽ മാന്തുക, ഇങ്ങനെ എവിഡൻസുകളെല്ലാം ശേഖരിക്കും. നഖം കൊണ്ട് കീറുമ്പോൾ ആ ഒരു കില്ലറുടെ DNA ഇരയുടെ നഖത്തിനുള്ളിലേക്ക് വരും. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോറൻസിക് ടീമിന് ഈ ഒരു DNA എളുപ്പത്തിൽ തന്നെ കിട്ടും. അതുപോലെ ഈ ഒരു കേസിലും സായ്കുമാർ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഒറ്റയ്ക്ക് പോകാതെ കൂടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു. ചെറിയ പ്രായം മുതലേ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഒരുപാട് ഉയരങ്ങൾ എത്തണമെന്ന് ആഗ്രഹിച്ച അവൻ സത്യസന്ധമായി അധ്വാനിച്ച് സായ്കുമാറിനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് വഞ്ചിച്ച് പണം സമ്പാദിക്കണമെന്നുള്ള ദുഷ്ടചിന്തയോടുകൂടി ഉണ്ടായിരുന്ന 2 പേർ ഒരു പദ്ധതിയിട്ട് അവനെ കൊല്ലുകയും ചെയ്തു. ഇതുപോലുള്ള ദുഷ്ടചിന്തകളുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിലുള്ള മറ്റുള്ളവർക്കും ആപത്തുണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റു ചെയ്യുന്നവർക്ക് കഠിനമായി ശിക്ഷ കൊടുത്താൽ മാത്രമേ അടുത്ത് തെറ്റു ചെയ്യണമെന്നുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചു കേൾക്കുക.
അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.